നമസ്കാരം. ഇന്ത്യക്കെതിരെ നിരന്തരം ഭീഷണി മുഴക്കിയിട്ടും നരേന്ദ്രമോദി അണ്ണുപിട കുലുങ്ങാതെ നിന്നത് കണ്ടിട്ടും ട്രംപ് ഒന്നും പഠിച്ചിട്ടില്ല. വീണ്ടും ഭയപ്പെടുത്തി കാര്യം നേടാമെന്നു തന്നെയാണ് ധാരണ. മറ്റ് ഒന്നാംകിട രാജ്യങ്ങളോട്, വികസനത്തിന്റെ കൊടുമുടി താണ്ടിയ രാജ്യങ്ങളുടെ കിരീടം വയ്ക്കാത്ത രാജാക്കന്മാരോട്, അവരോടൊക്കെ ഏറ്റുമുട്ടി ട്രംപ് വിജയിച്ച ചരിത്രമുണ്ടാകും. എന്നാൽ മോദി എന്ന മനുഷ്യന് മുന്നിൽ മാത്രമാണ് ട്രംപിന്റെ നിലപാടുകൾ മയപ്പെടുത്തേണ്ടി വന്നത്, മുട്ടുകുത്തേണ്ടി വന്നത്. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ. മോദി നിലനിൽക്കുന്നത് ഇന്ത്യയിലെ 140 കോടി പൊതുജനത്തിന്റെ വിശ്വാസവും സുരക്ഷയും ജീവിത ഭദ്രതയും നിലനിർത്താൻ വേണ്ടി മാത്രമാണ്, അല്ലാതെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി അല്ല. ഡൊണാൾഡ് ട്രംപ് വീണ്ടും ഇന്ത്യക്കെതിരായി പുതിയ കസ്റ്റംസ് തീരുവകൾ പ്രഖ്യാപിക്കുമെന്ന ഭീഷണി ഉയർത്തിയ സാഹചര്യമാണ് ഇപ്പോൾ പിന്നെയും നിലനിൽക്കുന്നത്. എന്നാൽ ഇന്ന് ഇന്ത്യ പഴയ കാലത്തെ ഇന്ത്യയല്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ആത്മവിശ്വാസവും സാമ്പത്തിക സുരക്ഷിതത്വവും നേടിയ ഒരു ഉയരുന്ന മഹാശക്തിയാണ് ഇന്നത്തെ ഇന്ത്യ. അതുകൊണ്ടാണ് ട്രംപിന്റെ ഓരോ പ്രസ്താവനയും ഇപ്പോൾ നിലവിലില്ലാത്ത പഴയ കാലത്തെ അമേരിക്കൻ മേൽക്കോയ്മ തിരിച്ചുപിടിക്കാൻ കൊതിക്കുന്ന, ഒരിക്കലും നടക്കാനിടയില്ലാത്ത ആഗ്രഹം പോലെ തോന്നുന്നത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അരിത്തീരുവ ഭീഷണി ഇന്ത്യയെ സാരമായി ബാധിക്കില്ല എന്ന് ഉറക്കെ പറയാൻ മോദി പോലും വേണ്ടി വന്നില്ല. അത് ഉറക്കെ ട്രംപിനോട് നെഞ്ചു വിരിച്ചു നിന്ന് പറഞ്ഞത് അരി കയറ്റുമതിക്കാർ തന്നെയാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ തന്നെ ഇന്ത്യ ഇന്ന് എന്താണ് എന്ന കാര്യം ഉറപ്പാകും. ഇന്ത്യ കുറഞ്ഞ വിലയുള്ള അരി അമേരിക്കയിൽ കൊണ്ടുവന്ന് തള്ളുകയാണെന്നും കനത്ത തീരുവ ചുമത്തുമെന്നും ട്രംപ് ഇന്നലെ ഭീഷണി മുഴക്കിയിരുന്നു. തീരുവ ചുമത്തിയാൽ ഈ പ്രശ്നം 2 മിനിറ്റ് കൊണ്ട് പരിഹരിക്കാമെന്നും ട്രംപ് പറഞ്ഞിരുന്നു. എന്നാൽ ട്രംപിന്റെ പുതിയ തീരുവ നീക്കം ഇന്ത്യയെക്കാൾ അമേരിക്കയെ തന്നെയാണ് കൂടുതൽ ബാധിക്കുക എന്ന് ഇന്ത്യൻ റൈസ് എക്സ്പോർട്ടേഴ്സ് ഫെഡറേഷൻ അഭിപ്രായപ്പെട്ടു. ട്രംപ് നേരത്തെ ഇന്ത്യക്ക് മേൽ 50% തീരുവ ചുമത്തിയപ്പോഴുണ്ടായ വില വർധന അമേരിക്കൻ ഉപഭോക്താക്കൾ തന്നെയാണ് വഹിച്ചത്. 10% നിന്നായിരുന്നു ട്രംപ് ഇന്ത്യൻ അരിക്ക് 50% തീരുവ കൂട്ടിയത്. തീരുവ ഇനിയും കൂട്ടിയാലും അത് സഹിക്കേണ്ടി വരിക അമേരിക്കക്കാർക്ക് തന്നെയാവും. 10 പൗണ്ട് അരി ബാഗിന് നേരത്തെ വില $13 മുതൽ $14 ആയിരുന്നെങ്കിൽ തീരുവ മൂലം അതിപ്പോൾ 18-നും 19-നും ഇടയിലുള്ള ഡോളറിലെത്തി. അമേരിക്കയിലെ ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ഗൾഫ് രാജ്യങ്ങൾ എന്നിവിടങ്ങളിലെ പൗരന്മാരാണ് അരി കൂടുതലായി ഉപയോഗിക്കുന്നത്. ഇവർക്ക് താല്പര്യം ഇന്ത്യയിൽ നിന്നുള്ള അരിയാണ്. അമേരിക്കൻ അരിക്ക് ഇന്ത്യൻ അരിയുടെ മികവോ രുചിയോ ഇല്ല. ലോകത്തെ ഏറ്റവും വലിയ അരി ഉൽപാദക രാജ്യമാണ് ഇന്ത്യ. ലോകത്തെ മൊത്തം അരി കയറ്റുമതിയിൽ 28% പങ്കും ഇന്ത്യക്കുണ്ട്. ഇന്ത്യൻ ബസ്മതി അരിയുടെ 4ാമത്തെ വലിയ വിപണിയാണ് US. ബസ്മതി, ഇതര അരി എന്നിവ പരിഗണിച്ചാൽ 10ാമത്തെയും. 2024 ഇന്ത്യ US-ലേക്ക് $386 മില്യൺ അരി കയറ്റുമതി ചെയ്തിരുന്നു. ഇന്ത്യയുടെ മൊത്തം അരി കയറ്റുമതിയിൽ 5.2% മാത്രമാണ് US-ലേക്കുള്ളത്. ട്രംപ് ഇന്ത്യയോട് ഉയർത്തുന്ന ഈ താരി ഭീഷണി യഥാർത്ഥത്തിൽ ഒരു വലിയ അസ്വസ്ഥതയുടെ പ്രതിഫലനമാണ് എന്ന് വേണം വിലയിരുത്താൻ. മോദിയുടെ ഇന്ത്യ ഇന്ന് അമേരിക്ക അടക്കം ലോകത്തിന്റെ സാമ്പത്തിക സാങ്കേതിക ഭൂപടത്തിൽ നിർണായക സ്ഥാനത്ത് നിൽക്കുകയാണ്. ഇന്ത്യൻ IT, ഇന്ത്യൻ വ്യവസായം, ഇന്ത്യൻ വിപണി, അങ്ങനെ ഏത് മേഖലയിൽ നോക്കിയാലും മോദിയുടെ നയങ്ങൾ നൽകിയ വളർച്ചയും സ്ഥിരതയും അമേരിക്ക ഉൾപ്പെടെ ലോകത്തെ രാജ്യങ്ങൾ അമ്പരപ്പോടെയാണ് ഉറ്റുനോക്കുന്നത്. ഇത്തരം സാഹചര്യത്തിൽ ഇന്ത്യയെ സാമ്പത്തികമായി സമ്മർദ്ദത്തിലാക്കാമെന്ന് കരുതുന്നത് തന്നെ ട്രംപിന്റെ അഹങ്കാരവും രാഷ്ട്രീയ അപക്വതയും മാത്രമാണ് തെളിയിക്കുന്നത്. അതിന് വിപരീതമായി ഇന്ത്യയുടെ സ്വാതന്ത്ര്യവും സാമ്പത്തിക താല്പര്യങ്ങളും ഒരിക്കലും ഭീഷണിക്ക് മുന്നിൽ വഴങ്ങുകയില്ല എന്ന മോദിയുടെ നിലപാട് വ്യക്തമാണ്. ലോകശക്തികളുമായി സൗഹൃദം വേണമെന്ന കാര്യത്തിൽ മോദി ഉറച്ചു നിലകൊള്ളുന്നു. പക്ഷെ ആ സൗഹൃദം സമത്വത്തിന്റെയും പരസ്പര ബഹുമതിയുടെയും മേൽ മാത്രമായിരിക്കണം. ഇന്ത്യ ഫസ്റ്റ് എന്നത് ഇന്നൊരു രാഷ്ട്രീയ മുദ്രാവാക്യം മാത്രമല്ല, അത് ഇന്ത്യയുടെ വളർച്ചയെ മുന്നോട്ട് കൊണ്ടുപോയ ഒരു ശക്തി കൂടിയാണ്. ട്രംപ് ഓരോ തവണയും ഇത്തരം തീരുവ ഭീഷണികൾ ഉയർത്തുമ്പോൾ ഇന്ത്യ ചെയ്യുന്നത് എന്താണ്? പേടിക്കുകയല്ല, മറിച്ച് കൂടുതൽ ശക്തമായ വ്യാപാര കരാറുകൾ, കൂടുതൽ സ്വതന്ത്ര വിപണി വ്യാപ്തി, കൂടുതൽ ആഗോള കൂട്ടാളിത്തം. ഇത്തരത്തിൽ മോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ മുന്നോട്ട് കുതിക്കുകയാണ്. ലോക വിപണിയും നിക്ഷേപകരും അത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. നിഫ്റ്റിയുടെ മന്ദഗതി സാമ്പത്തിക സാഹചര്യങ്ങളുടെ സ്വാഭാവിക മാറ്റങ്ങൾ മാത്രമാണ്. എന്നാൽ ഇന്ത്യയുടെ ദീർഘകാല ദിശ ഉറപ്പുള്ളതും ഉയർച്ചയിലേക്ക് മാത്രം സഞ്ചരിക്കുന്നതുമാണ്. വിശ്വാസത്തോടെയും ദർശനത്തോടെയും ഇന്ത്യയെ മുന്നോട്ട് നയിക്കുന്ന ഒരു നേതാവാണ് മോദി. ഇതിനു മുന്നിൽ ട്രംപിന്റെ ഭീഷണികൾ കേവലം ശബ്ദം മാത്രമാണ്. അത് ഇന്ന് ലോകം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അത് തിരിച്ചറിയാതെ ട്രംപ് മാത്രം മൂട്ട സ്വർഗത്തിൽ കുടുങ്ങിക്കിടക്കുന്നു.